ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിയുടെ ക്രിസ്തു ഭാഗം 33. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ തെളിയിക്കുന്ന അനേകം വേദഭാഗങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇപ്രകാരം സ്വർഗീയ മഹിമ വെടിഞ്ഞ് മനുഷ്യനായി അവതരിച്ചത് പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുവാനായിരുന്നു. അതോടൊപ്പം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും ഉറപ്പിക്കുവാനും അത് നിവർത്തിക്കുവാനും മാത്രമല്ല, ജാതികളോട് കരുണ കാണിക്കുവാനുമായി യേശു മനുഷ്യനായി അവതരിച്ചു. കൂടാതെ പിതാവിനെ വെളിപ്പെടുത്തുവാൻ നാം ഒടുവിലത് കേട്ടു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ 1:18. അതോടൊപ്പം തന്നെ വിശ്വസ്ത പുരോഹിതനാകുവാൻ, അതെ, പഴയ നിയമകാലത്തിൽ മനുഷ്യരുടെ വിശ്വസ്ത ഒരു പ്രതിനിധികളായി ദൈവമുമ്പാകെ നിൽക്കുവാൻ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യവംശത്തിൻ്റെ ഏക ഒരു പ്രതിനിധി എന്ന് കാണുവാൻ കഴിയുന്നത് വിശ്വസ്ത മഹാപുരോഹിതനായി ദൈവമുമ്പാകെ നിൽക്കുവാൻ ഇവിടെ മനുഷ്യാവതാരമെടുത്ത ക്രിസ്തു തന്നെയാണ്. മാത്രമല്ല, മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം അനിവാര്യമായിരുന്നു. മനുഷ്യനാൽ പാപം ലോകത്തിൽ വന്നു. അതിനാൽ മനുഷ്യനാൽ പാപപരിഹാരവും ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. കൂടാതെ സാത്താന്യ പ്രവൃത്തികളെ അഴിക്കേണ്ടതും. സാത്താന്യ പ്രവൃത്തികളുടെ ഫലമാണ് പാപം. സാത്താൻ്റെ പ്രവൃത്തികളെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെന്നും ജഡത്തിൻ്റെ പ്രവൃത്തികളെന്നും തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഈ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെയും എതിർക്കുന്നു. ഇത്തരത്തിലുള്ള പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ കൂടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കൂടാതെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു നല്ല മാതൃക ആവശ്യമായിരുന്നു. വിശ്വാസികളുടെ രക്ഷകനും അവർക്ക് മാതൃകയായി ജീവിച്ചവനും യേശുക്രിസ്തുവാണ്. അതെ, വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു മാതൃക നൽകുവാൻ. കർത്താവിൻ്റെ ധാർമ്മിക സ്വഭാവങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ക്രിസ്തുവിന് മാത്രമുള്ളതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുപ്പാൻ കഴിയുന്നതുമായ സവിശേഷതയാണിത്. ഈ ധാർമ്മികത അഗാധവും മഹത്വ സമ്പൂർണവുമാണ്. അതിൽ പ്രധാനമാണ് വിശുദ്ധി എന്നത്. തുടർന്ന് ക്രിസ്തുവിൽ കലർപ്പില്ലാത്ത സ്നേഹം, അതുപോലെ താഴ്മ, സൗമ്യത, പ്രാർത്ഥനാ ജീവിതം. ഈ ധാർമ്മിക സ്വഭാവങ്ങൾ ക്രിസ്തുവിൽ ഏറ്റവും കൂടുതലായി നാം ദർശിക്കുന്നത് പുതിയ നിയമ ക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖലയിലാണ്. ആ മേഖലകൾ നാം വരും ദിവസങ്ങളിൽ കേൾക്കുന്നതായിരിക്കും. ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഏക ആളത്വത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും അടങ്ങിയ ദൈവ മനുഷ്യനാണ് ക്രിസ്തു. താൻ പൂർണ്ണ ദൈവമായിരിക്കുന്നത് പോലെ പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്നു. ഇരു സ്വഭാവങ്ങളും ഒരു ആളത്വത്തിൽ ചേർന്നിരിക്കുന്നുവെങ്കിലും ഒന്നിൽ ലയിച്ച് ഇല്ലാതാവുകയോ ഇവ രണ്ടും കലർന്ന് മൂന്നാമതൊരു സ്വഭാവമായി തീരുകയോ ചെയ്യാതെ ഇവ പ്രത്യേകമായും വ്യത്യസ്തമായും നിലകൊള്ളുന്നു. ക്രിസ്തുവിലുള്ള ദൈവ സ്വഭാവത്തെയും മനുഷ്യ സ്വഭാവത്തെയും വിഭജിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവം ദൈവ സ്വഭാവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സാക്ഷാൽ ദൈവമായ ക്രിസ്തു പുരുഷബന്ധം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ നിന്ന് ജഡമെടുത്ത് സാക്ഷാൽ മനുഷ്യനായി തീരുകയും ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവമായി തീരുകയോ മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ തമ്മിൽ സമ്മിശ്രപ്പെടുകയോ കൂടിക്കലർന്ന് വേറൊരു സ്വഭാവമായി തീരുകയോ ഒന്നിനാൽ ഒന്ന് നശിച്ചു പോവുകയോ ചെയ്യാതെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിക്കാൻ കഴിയാതെ വണ്ണം ഒരാളത്വത്തിൽ എന്നേക്കുമായി യോജിച്ചിരിക്കുന്നു. ഇരു സ്വഭാവങ്ങളിലുമുള്ള അഭേദ്യമായ ഐക്യം ക്രിസ്തുവിൻ്റെ നാമങ്ങളിൽ കൂടിയും പ്രവർത്തനങ്ങളിൽ കൂടിയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ, ദൈവം, തേജസ്സിൻ്റെ കർത്താവ്, ഇമ്മാനുവേൽ എന്നീ നിലകളിൽ. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.